എല്ലാവർക്കും നമസ്കാരം. ഓരോ വ്യക്തിയും അറിയാൻ, ഇതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് ലോകത്ത് നടക്കുന്ന ഒരു സംഭവങ്ങളെ വെച്ച് ചെറുതായി കുറച്ച് കാര്യങ്ങൾ പറയുക. രാത്രി ഉറങ്ങാൻ കിടന്നാൽ രാവിലെ എണീക്കും എന്നതിന് നമുക്കൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള ഈ ലോകത്ത് എന്തിനാണ് അഹങ്കരിക്കുന്നത്? അഹങ്കാരം കാണിക്കുന്നത് ഒരു പ്രയോജനവുമില്ല. ഉറങ്ങാൻ കിടക്കുമ്പോൾ എല്ലാവർക്കും മാപ്പ് കൊടുക്കുക. ശുദ്ധ മനസ്സോടെ ഉറങ്ങുക. ചിരിക്കുന്ന മുഖങ്ങൾ സൂചിപ്പിക്കുന്നത് അവർക്ക് ദുഃഖമില്ല എന്നല്ല, അവർ അത് മറയ്ക്കാൻ പഠിച്ചു എന്നുള്ളതാണ്. സ്വന്തം എന്ന് തോന്നുന്നവരോട് നമുക്ക് എന്തും പറയാം. എന്നാൽ വായിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകൾ അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ, അത് മനസ്സിൽ മുറിവേൽപ്പിച്ചാൽ അതിൻ്റെ കാഠിന്യം വളരെ വലുതായിരിക്കും. ജീവിക്കാനുള്ള ഒരവസരവും നമ്മൾ പാഴാക്കരുത്. ജീവിതം തന്നെ ഒരവസരമാണ്. ഒന്ന് വീണാൽ പോയി. പിന്നെ എന്ത് ജാതി, എന്ത് മതം, നിറം, അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരം വിഷമിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും. നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ കൂടപ്പിറപ്പുകൾക്ക് മാത്രമേ കഴിയൂ. എല്ലാവർക്കും വാശിയാണ്. മായ്ച്ചു കളയണം വാശി, മാറ്റണം തെറ്റിദ്ധാരണ, എല്ലാം പറഞ്ഞു തീർക്കുക. എളിമയോടെ ജീവിക്കുക, പരസ്പരം സഹായിക്കുക. നാളെ ആരുണ്ടാവും എന്നറിയില്ല. എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടായാലും, എത്ര വാഹനങ്ങൾ ഉണ്ടായാലും, വീട് വലിയ കൊട്ടാരമായാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല. സ്നേഹമുള്ളിടത്ത് മാത്രമാണ് കൊട്ടാരം. പഞ്ചസാരയ്ക്കും ഉപ്പിനും ഒരേ നിറമാണ്, പക്ഷേ അതിൻ്റെ രുചി 2 തരമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ എല്ലാ കുറവുകളും അവിടെ മാറിക്കിട്ടുന്നതാണ്. പിന്നെ ഒരു കുറവുകൾക്കും സ്ഥാനമില്ല. കുറവുകൾ അറിഞ്ഞ് സ്നേഹിക്കാൻ കഴിഞ്ഞാൽ ആ സ്നേഹം യാഥാർത്ഥ്യമാണ്. കൂര ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടെങ്കിൽ അത് കൊട്ടാരമായിരിക്കും. നമ്മളെക്കാൾ ഉയർന്നവരെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വളരെ വിഷമവും സങ്കടവും വരും. എന്നാൽ നമ്മളെക്കാൾ താഴെ തട്ടിലുള്ളവരെ നോക്കുമ്പോൾ നമ്മൾ എത്ര ഉയരത്തിലാണെന്ന് ആ സമയത്ത് നമുക്ക് മനസ്സിലാവും. ഒരു കാര്യം ഓർക്കുക, സ്നേഹം ചെറുപ്പത്തിൽ നമുക്ക് സൗജന്യമായി കിട്ടും. യൗവനത്തിൽ അതിനായി അധ്വാനിക്കേണ്ടി വരും. വാർദ്ധക്യത്തിൽ സ്നേഹം കിട്ടാൻ നമ്മൾ യാചിക്കേണ്ടി വരും. ചിലർ നമ്മളുടെ മുന്നിലെത്തുന്നത് ഒരു ഉപകാരമാണ്, അനുഗ്രഹവുമാണ്. ചിലരെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനം കിട്ടും. അനുഭവത്തേക്കാൾ വലിയ പാഠമില്ല, ജീവിതത്തേക്കാൾ വലിയ വിദ്യാലയമില്ല. ശരീരത്തിൽ ജീവൻ ഉള്ളപ്പോൾ ആർക്കും നേരമില്ല. എന്നാൽ മരണപ്പെട്ടാൽ ആ മുഖം കാണാൻ തിക്കും തിരക്കുമായിരിക്കും. ഓർക്കുക, ജീവൻ പോയിട്ട് നോക്കുന്നതിനേക്കാൾ ഭേദം ജീവിച്ചിരിക്കുമ്പോൾ നിറപുഞ്ചിരിയോടെ ഒന്ന് നോക്കുക. അതാണ് ഏറ്റവും വലിയ സമ്പാദ്യം. പാവപ്പെട്ടവനായാലും പണക്കാരനായാലും 6 അടി മണ്ണിൽ ഒതുങ്ങുന്നതാണ് ജീവിതം. ഇതറിഞ്ഞുകൊണ്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.